റൈഫിൾ ക്ലബ് എന്ന ആഷിഖ് അബുവിൻ്റെ സിനിമ കണ്ടു. വളരെ ഇഷ്ടമായി. കുറേ നാളുകളായിട്ട് തമിഴും മലയാളവും ഹിന്ദിയും ഏത് സിനിമ കണ്ടാലും എല്ലാത്തിലും രക്തച്ചൊരിച്ചിലാണ്. അതും ആവശ്യമില്ലാത്ത രക്തച്ചൊരിച്ചിലുകൾ. നായകനെ വിജയിപ്പിക്കാനും എന്തിൻ്റെ പേരിലായാലും ആളുകളെയൊക്കെ കൊല്ലുന്നതിന് ഒരു അതിരില്ലേ. നന്മ ജയിക്കണമെന്നൊക്കെ പറഞ്ഞാണെങ്കിലും കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ ഫാമിലിയൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ ഈ ആളുകളെയൊക്കെ കൂട്ടക്കൊല പോലെ, അതും വളരെ മൃഗീയമായിട്ടൊക്കെ കൊല്ലുന്നതും കണ്ടാൽ അറപ്പുളവാക്കുന്ന വിധമുള്ള സിനിമകളാണ് ഇപ്പോൾ വിജയിച്ചു വരുന്നത്. വലിയ സൂപ്പർ ഹിറ്റ് പടങ്ങളായിട്ടും സൂപ്പർ ഹിറ്റ് നായകന്മാരുടെ പടങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ്. എല്ലാവരും അതിൻ്റെ അടിമയായിപ്പോയി. എന്തോ ഒരു വയലൻസിന് പ്രാധാന്യം കൊടുത്താണ് 1-2 വർഷമായിട്ട് സിനിമകളൊക്കെ പുറത്തു വരുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊരു പടം ഇതിൽ റൈഫിൾ ക്ലബ്ബെന്ന് കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകതയുള്ളതായിട്ട് എവിടെയോ അല്ലെങ്കിലും നെറ്റ്ഫ്ലിക്സിൽ വരുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ക്വാളിറ്റി കാണുമെന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു ഹ്യൂമർ സെൻസ് അതിലുണ്ട് എന്ന് തോന്നി. അങ്ങനെയാണ് കണ്ടു തുടങ്ങിയപ്പോൾ പ്രതീക്ഷയ്ക്ക് ഒരു ഭംഗവും വന്നില്ല. പ്രതീക്ഷിച്ചതിലും ഗംഭീരമായ ഒരു സിനിമ. കാര്യം ഇവിടെ കൊലയുമൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ആവശ്യത്തിനുള്ളതാണ്. അനാവശ്യമായിട്ട് ആരെയും കൊല്ലുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു യുദ്ധം വരുമ്പോൾ എതിരാളി മരണപ്പെടാൻ പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ ചെയ്യുന്നത്. അതുപോലെയുള്ളൊരു സ്വാഭാവികത എല്ലാ മരണങ്ങളിലുമുണ്ട്. അതുപോലെ പിന്നെ വില്ലനും തൻ്റെ കഴിവുകളിനെ പറ്റി നല്ല ബോധമുള്ള ആളാണ്. അയാൾ മയക്കുമരുന്നിന് അടിമയാണ്. അയാൾ മക്കളെ വളർത്തിയത് ശരിയായില്ല. അപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു ബലഹീനതയൊക്കെ ഉള്ളിൽ ഉള്ള ഒരാളായിട്ടാണ് വരുന്നത് അനുരാഗ് കശ്യപ്. അപ്പോൾ അയാളുടെ അഭിനയം വളരെ ഗംഭീരമായി. അപ്പോൾ അയാൾ മരിക്കാൻ സ്വയം സന്നദ്ധനായിട്ടും തയ്യാറെടുപ്പോടെയും തന്നെയാണ് നടക്കുന്നതെന്നൊരു തോന്നൽ നമ്മിലും ഉളവാകും. കാര്യം അയാൾക്ക് ജീവിച്ചാലും നല്ല മാതൃകയായിട്ട് കാട്ടാനൊന്നുമില്ല, വിജയിക്കാനൊന്നുമില്ല. കാര്യം പണമാണല്ലോ ഇപ്പോഴത്തെ മനുഷ്യരുടെ ഏറ്റവും വലിയ വിജയമായി കൊട്ടിഘോഷിക്കുന്നത്. പണം അയാൾക്ക് ധാരാളമുണ്ട്, ആൾക്കാരുണ്ട്. പക്ഷേ അയാൾക്ക് തന്നെ അറിയാം അയാളൊരു പരാജയമാണെന്ന്, ധാർമ്മികതയിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അയാൾ മരണത്തിന് വിധേയനായാലും അയാൾക്ക് തന്നെ വലിയ വിഷമമൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. അപ്പോൾ അത് വളരെ സ്വാഭാവികതയോടെയും നല്ല ഹ്യൂമർ സെൻസോടെയും എടുത്ത ഒരു സിനിമ. അതുപോലെ വളരെ നാൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ കഥാപാത്രങ്ങൾ ഓരോരുത്തരും ജീവിക്കും പോലെ ഒരു പ്രത്യേകത തോന്നി ആ സിനിമ കണ്ടപ്പോൾ. മറ്റ് സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സിനിമ. ഓരോ കഥാപാത്രങ്ങൾക്കും അറിയാം അവരവരുടെ മൂല്യവും എല്ലാം തന്നെ അറിയാം. അവർ വളരെ കുറച്ച് സമയമാണ് സ്ക്രീനിൽ വരുന്നതെങ്കിൽ പോലും അവർ ആ സ്പേസ് അവരുടെ മുഖഭാവവും എല്ലാം തന്നെ ഉൾക്കൊള്ളിക്കാനാവുന്നു, അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നു. സുരഭി ലക്ഷ്മി, ഉണ്ണിമായ, ദർശന, പൊന്നമ്മ, അവരെയൊക്കെ എനിക്കിഷ്ടമുള്ളവരായിരുന്നു. അപ്പം സുരഭിയിൽ എത്രത്തോളം സുരഭിക്ക് റോളുകൾ കൊടുത്ത് തുടങ്ങിയല്ലോ സിനിമക്കാർ. അപ്പോൾ അത് നല്ലൊരു കഴിവുള്ള കുട്ടിയാണെന്നറിയാം. സുരഭി അംഗീകരിക്കുന്നതിലുള്ളൊരു ചാരിതാർത്ഥ്യം. അപ്പം എല്ലാം കൊണ്ട് ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും 10 മടങ്ങ് നല്ല ഒരു സിനിമയായിട്ട് തോന്നി. കണ്ടു കഴിയുമ്പോൾ ഒരു സംതൃപ്തിയും, ഒരു സിനിമ ഒന്നിൽ കൂടുതൽ സമയം കാണാനുള്ള സമയവുമില്ല, അങ്ങനെയുള്ള ശീലമില്ല. പക്ഷേ ഈ സിനിമ 1, 2, 3 പ്രാവശ്യമൊക്കെ കണ്ടു. ഇപ്പോഴും ഒരിക്കൽ കൂടെ സമയം കിട്ടിയാലും കാണും. കാര്യം അതിലുള്ള ആൾക്കാർ മുഴുവനും തന്നെ നല്ല ഒരു അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കൽ ശ്രദ്ധിച്ചാൽ അടുത്ത തവണ കാണുമ്പോൾ ഒരു പുതുമയാണ് ഈ സിനിമയ്ക്ക്. അത് വലിയ ബഡ്ജറ്റ് പടങ്ങളല്ലേ, ഒരു ലോ ബഡ്ജറ്റ് പടം അല്ലേ, പക്ഷെ കഥയുടെ കഥയ്ക്കും നല്ലൊരു കഥയും അഭിനയിക്കാൻ കഴിവുള്ള നടന്മാരെയും നടിമാരെയും ഒക്കെ കിട്ടിയാൽ നല്ലൊരു സിനിമ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആഷിഖ് അബു കൊണ്ടുവന്നത്. അതുപോലെ നല്ല പ്രകൃതി ദൃശ്യങ്ങളും സിനിമാറ്റോഗ്രാഫിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. ഇത് കൂടുതലൊന്നും പറയാൻ അറിഞ്ഞുകൂടാ. അതിന് നല്ലൊരു പടം കണ്ട സന്തോഷം. മെയ്യഴകൻ കണ്ടതിന് ശേഷം
വളരെ ചാരിതാർത്ഥ്യം തോന്നിയൊരു സിനിമ. മെയ്യഴകൻ വേറൊരു രീതിയിൽ മനസ്സിനെ പിടിച്ചിരുത്തി. അതിലെ കഥ, തന്തു ഒക്കെ നന്നായിരുന്നു. അത് ഇതിൽ കൂട്ടി കലർത്തുന്നില്ല. നെറ്റ്ഫ്ലിക്സിൽ ഇനിയും ധാരാളം പടങ്ങൾ വരട്ടെ.